Question number 19. See question, motion in straight line എന്ന് പറയുന്ന ലെസണിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഗ്രാഫുകൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. The velocity distance graph is shown in the figure. Which graph represents acceleration versus distance variation of the system? അപ്പോൾ വെലോസിറ്റി ഡിസ്റ്റൻസ് ഗ്രാഫ് VX ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ. ആ ഗ്രാഫ് ഞാനൊന്ന് നോക്കിയാൽ, ഞാൻ വെറുതെ ഇതാ ഈ ഡിസ്റ്റൻസ്, ആക്ച്വലി ഇതല്ലേ നമ്മളെ y ഇന്റർസെപ്റ്റ്, ഞാൻ U എന്ന് എടുത്തു. ഈ ഡിസ്റ്റൻസ് ഞാൻ വെറുതെ x0 എന്ന് എടുത്താൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഏത് ഫോമിൽ വരണം? y ഈക്വൽ ടു mx പ്ലസ് ഈ ഫോമിൽ വരണം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ആ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് അല്ലേ അല്ലേ. എനിവേ, അപ്പോൾ അത് y ക്വാണ്ടിറ്റി ആരാ? v ആണ്. വെലോസിറ്റി ഈക്വൽ ടു ഈ സ്ലോപ്പ് നെഗറ്റീവ് വരണം. ഇനി ആ സ്ലോപ്പ് കാണാനുള്ള വഴി എന്താ? ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കിയാൽ സ്ലോപ്പ് എന്താ? ടാൻ തീറ്റ അല്ലേ, u/x0 അല്ലെ. അപ്പൊ ഈ സ്ലോപ്പ് m എന്ന് പറയുന്നത് u/x0 ആണ് ഇൻടു എക്സ് പ്ലസ് y ഇന്റർസെപ്റ്റ്. ഈ ഡിസ്റ്റൻസ് അല്ലടാ y ഇന്റർസെപ്റ്റ് u അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ അതിൽ എന്തുണ്ട്? v ഉണ്ട്, vx റിലേഷൻ ഉണ്ട്, ആക്സിലറേഷൻ ആണ് കാണേണ്ടത്. അപ്പൊ vx റിലേഷൻ ഉണ്ടെങ്കിൽ ആക്സിലറേഷൻ കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? ആക്സിലറേഷൻ ഈക്വൽ ടു v ഇൻറ്റു dv/dx. ഓക്കെ, ദാറ്റ് ഈസ് ആക്സിലറേഷൻ is equal v ഇൻറ്റു ഇതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dv/dx കണ്ടാൽ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയി പോകും അല്ലെ. ഇത് ചെയ്താൽ അപ്പം എന്ത് കിട്ടി? dv/dx ചെയ്താൽ dv/dx ചെയ്താൽ -u/x0 ഇൻറ്റു ഇവന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഇവന്റെ ഡെറിവേറ്റീവ് 0 അല്ലെ. അപ്പൊ dv/dx വന്നിട്ട് -u/x0 എന്ന് കിട്ടും. ശരിയാണോ? ഇനി നിങ്ങളതിൽ v ഉണ്ടല്ലോ, v ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -u/x0 ഇൻറ്റു എക്സ് പ്ലസ് u, ഇതാണ് v ഇൻറ്റു എന്തുണ്ട്? -u/x0 ഉണ്ടെന്ന് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ -u/x0 എടുത്ത് ഇതിന്റെ ഉള്ളിലുള്ള രണ്ടാളി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ ഞാൻ എന്താ ഇവനെടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ മൈനസും പ്ലസ് ആവും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? a ഈക്വൽ ടു u²/x0² ഇൻറ്റു എക്സ് പ്ലസ് u, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ -u²/x0 ഇങ്ങനെ കിട്ടി അല്ലെ. അപ്പൊ ഇതും നമ്മൾ പറഞ്ഞ y = mx പ്ലസ് ഈ ഫോമിലാണ് അല്ലെ. ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് ഇതെല്ലാം ഉള്ളത് പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതും y = mx പ്ലസ് ഈ ഫോമിൽ വന്നു. അവിടെ m u²/x0² ആണ്, അത് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈൻ. ഇനി നോക്ക്, y ഇന്റർസെപ്റ്റിന്റെ വാല്യൂ -u²/x0 അല്ലെ. അപ്പൊ y ഇന്റർസെപ്റ്റ് നെഗറ്റീവ് അല്ലെ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഇതെല്ലാം ഉറപ്പായി അല്ലെ. ഇതല്ല, കാരണം സ്ലോപ്പ് എന്ത് വരണം? പോസിറ്റീവ് വരണം അല്ലെ. ഇത് സ്ലോപ്പ് പോസിറ്റീവ് ആണ്, പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നല്ല? നെഗറ്റീവ് y ആക്സിന്റെ മുകളിൽ നിന്നല്ല. അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ ഓപ്ഷൻ 2 ആണ് ആൻസർ അല്ലെ. ഈ കണ്ടീഷൻ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ്, സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കണം, y ഇന്റർസെപ്റ്റ് നെഗറ്റീവ് ആയിരിക്കണം. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്.